എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മൃഗശാലയിലാണ്. തിരുവനന്തപുരം സൂവിൽ ഇന്ത്യയിലെ ഏതാണ്ട് ഏറ്റവും പഴക്കമുള്ള മൃഗശാലകളിലൊന്നാണ് തിരുവനന്തപുരം മൃഗശാല. നഗരഹൃദയത്തിൽ ഏതാണ്ട് 55 ഏക്കറിൽ വനഭൂമി പോലെ കിടക്കുന്ന ഈ പ്രദേശത്ത് തടാകമുണ്ട്, പുൽത്തകിടുണ്ട്, അതുപോലെ തന്നെ വൈവിധ്യങ്ങളാർന്ന ഒരുപാട് വൃക്ഷലതാദികൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ മ്യൂസിയത്തിനുള്ളിൽ ഉൾവശം. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പക്ഷി മൃഗാദികളുമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കയറി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഇവിടെ എൻട്രൻസിൻ്റെ വല സൈഡായിട്ട് ഒരു ക്ലോക്ക് റൂമുണ്ട്. ദൂരദേശത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇവിടെ ലഗേജും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ സൂക്ഷിക്കാൻ പറ്റും. തൊട്ടടുത്ത് തന്നെ ഒരു ഫീഡിംഗ് റൂമുണ്ട്. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് 24/12/2023 ക്രിസ്മസിൻ്റെ തലേദിവസം. സ്കൂളുകൾക്കും കോളേജുകൾക്കൊക്കെ അവധിയായതുകൊണ്ട് നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. പക്ഷെ തിരക്കുള്ളത് നല്ലതാണ്, നമുക്കും ഒരു സന്തോഷം, മനസ്സിനൊരു സന്തോഷം തരുന്നതാണ്. അപ്പം എൻട്രൻസിൻ്റെ ഇടത് സൈഡിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ. നമുക്ക് അവിടെ പോയി ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിൽ കയറാം. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നല്ല തിരക്കാണെന്ന് തോന്നുന്നു. ഈ ആൾക്കാരെല്ലാം കാണുന്നു. ഇവിടുത്തെ എഴുതി വെച്ചിട്ട് ടിക്കറ്റ് കൗണ്ടർ, ക്ലോക്ക് റൂം. അതുപോലെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇൻഫർമേഷൻ കൗണ്ടറുണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളും അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തരും. പിന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിനോട്ട് പോകാം. പക്ഷേ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടോട്ട് ചെല്ലുമ്പോൾ അവിടെ വലിയ തിരക്ക് കാണുന്നില്ല. ഒരു പക്ഷേ ഗ്രൂപ്പായിട്ട് വരുന്നതുകൊണ്ട് ഒന്നിച്ച് ഒരു ടിക്കറ്റ് എടുക്കുകയാണ്, അതുകൊണ്ടാണ് തിരക്ക് കുറവ്. അപ്പോൾ നമുക്കിവിടെ എൻട്രൻസ് ഫീസ് 30 രൂപയാണ് മുതിർന്നവർക്ക്. കുട്ടികൾക്ക് 5 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഏതാണ്ട് 10 രൂപയും, പിന്നെ ക്യാമറയ്ക്ക് 50 രൂപ, വീഡിയോ ക്യാമറയ്ക്ക് 200 രൂപ, പ്രൊഫഷണൽ വീഡിയോ ക്യാമറയ്ക്ക് 2000 രൂപ. ഇങ്ങനെയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് നിരക്ക്. പിന്നെ അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ വരുമ്പോൾ പ്ലാസ്റ്റിക് ഇവിടെ ഉള്ളിൽ കൊണ്ടുപോകാൻ ചില ബുദ്ധിമുട്ടാണ്. ഇപ്പം ഒരു വെള്ളത്തിൻ്റെ ബോട്ടിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അവരതിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് 20 രൂപ നമ്മളിവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. തിരിച്ചു വരുമ്പോൾ ആ പൈസ നമുക്ക് റീഫണ്ട് ചെയ്യും. പക്ഷേ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ വലിച്ചെറിയാതെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇതേപോലുള്ള സ്ഥലങ്ങൾ നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും തിരിച്ചു വരുമ്പോൾ ആ പൈസ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ അവിടെ എൻട്രൻസിൻ്റെ അവിടെ അവർ ബാഗേജൊക്കെ നല്ല രീതിയിൽ അവർ പരിശോധിക്കും. അപ്പോൾ എല്ലാവരും അതിന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നമുക്കിനി അകത്ത് കയറിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കാം. മൃഗശാലയുടെ സമയക്രമം എന്ന് പറഞ്ഞാൽ രാവിലെ 9 തൊട്ട് വൈകിട്ട് 5:15 വരെയാണ്. അതുപോലെ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിങ്കളാഴ്ച ദിവസം ഈ തിരുവനന്തപുരം മൃഗശാലയ്ക്ക് അവധിയായിരിക്കുന്നതാണ്. നമ്മൾ മെയിൻ ഗേറ്റ് കടന്ന് നേരെ ചെന്നാൽ മനോഹരമായ ഒരു ഗാർഡനാണ് കാണാൻ സാധിക്കുന്നത്. നല്ല രീതിയിൽ ഇപ്പോൾ അത് ശരിയാക്കി എടുത്തിരിക്കുന്ന ഒരു ഗാർഡനാണ്. ഇവിടുന്ന് ഇടത്ത് സൈഡിലോട്ടാണ് നമുക്ക് സൂവിലോട്ട് പോകേണ്ടത്. നേരെ പോയി കഴിഞ്ഞാൽ പുതിയതായിട്ട് തുടങ്ങിയ രാജാ രവിവർമ്മ ആർട്ട് ഗാലറിയാണ്. രാജാ രവിവർമ്മ വരച്ച ചിത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ വരച്ചത്, സഹോദരി വരച്ചത്, അങ്ങനെയെല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ മറ്റൊരവസരത്തിൽ നമ്മൾക്ക് അവിടെ കയറി കാണാം. നമുക്കിപ്പോൾ സൂവിലോട്ട് തന്നെ കയറാം. കയറി കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണുന്നത് സിംഹവാലൻ കുരങ്ങനെയാണ്. അതിൻ്റെ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങ് ദൂരെ സിംഹവാലൻ കുരങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സിംഹവാലൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്നത് കാട്ടുപോത്തിനെയാണ്. അപ്പം നമുക്ക് കാട്ടുപോത്തിനെ കണ്ടിട്ട് വീണ്ടും മുൻപോട്ട് പോവാം. ഇതാ കാട്ടുപോത്തെല്ലാം ആഹാരം കഴിച്ചിട്ട് എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ കാട്ടുപോത്തുകളെ നമുക്ക് കണ്ടു കഴിഞ്ഞു. ഇനി അവരവിടെ കിടക്കട്ടെ, നമുക്ക് വീണ്ടും മുൻപോട്ട് പോകാം. നമ്മൾക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. അടുത്തതിനി ആരാണെന്ന് നോക്കാം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത തോന്നിയത്, ഇവിടെ ഒരുപാട് വൃക്ഷങ്ങൾ, പല ഡിഫറെൻ്റ് ടൈപ്പ് ഉണ്ട് ഇവിടെ. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത തരത്തിലുള്ള ഒരുപാട് വൃക്ഷങ്ങൾ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നു. ഒരുപക്ഷേ മറ്റു സൂവിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത്. ഒരിടത്തും കണ്ടിട്ടില്ലാത്തത്, ചിലതിൻ്റെ പേര് പോലും കേട്ടിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കുകയാണ്. അങ്ങനത്തെ പല വൃക്ഷങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം പഠിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊന്നും ശ്രദ്ധിച്ചാൽ വളരെ ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മൃഗങ്ങളോടൊപ്പം തന്നെ വൃക്ഷങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് തിരുവനന്തപുരം സൂവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്തത് ബംഗാൾ കുരങ്ങാണ്. അപ്പം ബംഗാൾ കുരങ്ങ് ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും അവർ എവിടെയെങ്കിലുമൊക്കെ മരത്തിൻ്റെ മണ്ടയ്ക്കോ മരച്ചില്ലയിലോ ഒക്കെ ഒളിച്ചിരിക്കുകയായിരിക്കാം. ഇത് കുറേയേറെ പക്ഷികളെ ഒരു ഏരിയയിൽ, ഒരു ജലാശയം പോലെ ആക്കി, ചെറിയ ഫൗണ്ടനും
എല്ലാം അവിടെ സജ്ജീകരിച്ച് അതിനകത്ത് ഇട്ടിരിക്കുന്നതാണ്. കൂട് പോലെ കെട്ടി അവർക്ക് പറന്നു പോകാൻ സാധിക്കില്ല, ആ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കും. നമ്മൾ കണ്ടിട്ടില്ലാത്തതും ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കുറേയേറെ പക്ഷികളാണ്. നമ്മുടെ താറാവ് ആ രീതിയിലുള്ള ഡക്കുകളാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാം പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അരയന്നങ്ങൾ, വർണ്ണക്കൊക്ക്, അതുപോലെ പല ടൈപ്പിലുള്ള അതിൻ്റെ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനെല്ലാം ഒരു ഏരിയയിൽ അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മരങ്ങളിലും മരച്ചില്ലയിലും വെള്ളത്തിലും ഒക്കെ അതിങ്ങനെ നീന്തി തുടിച്ച് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ പറന്ന് നടക്കുന്നു. അതിൻ്റെ സ്വാതന്ത്ര്യത്തിൽ അത് നടക്കട്ടെ. പല പല ടൈപ്പിലുള്ള ബേഡ്സാണ് ഇവിടെ ഉള്ളത്. പല ടൈപ്പിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള അരയന്നങ്ങൾ, ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡക്കുകൾ, ഏതെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവരെ ഇവിടെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നേരിട്ട് വന്ന് കണ്ടാലേ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അടുത്ത നമ്മൾ ബംഗാൾ കഴുകനും അതുപോലെ തന്നെ കടൽ പരുന്തിനെയാണ്, രണ്ടിനെ ഒരേ കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അതിനെ രണ്ടിനെ നോക്കാം. അവനവിടെ ഇരിപ്പുണ്ട്. കഴുകൻ എന്ന് പറയുന്ന ആളാണ് അവിടെ ഇരിക്കുന്നത്, ബംഗാൾ കഴുകൻ. അപ്പം തൊട്ടടുത്ത് തന്നെ പാറിപ്പറന്ന് നടക്കുന്നുണ്ട് പരുന്ത്. അടുത്തത് മീൻ മുതലയാണ്. അപ്പം ഇന്ത്യ എവിടെ കാണാൻ ഉണ്ടോ നമുക്ക് നോക്കാം. ചിലപ്പോൾ വെള്ളത്തിലായിരിക്കും, അല്ല കരയിൽ കയറി കിടപ്പുണ്ട്. അതാണ് ആ കിടക്കുന്ന മീൻ മുതല. ആഹാരമൊക്കെ കഴിച്ച് ആള് ഗാഠനിദ്രയിലാണ് എന്ന് തോന്നുന്നു. കരയ്ക്ക് കയറി കിടക്കുകയാണ്, വേറെ ആൾ വെള്ളത്തിലുണ്ട്. അപ്പം ഇവനാണ് മീൻ മുതല. അപ്പം ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. അങ്ങനെ നമ്മൾ കരടികളുടെ അടുത്തെത്തിയിരിക്കുകയാണ്. പന്നിക്കരടി അഥവാ തേൻകരടി എന്നാണ് ഇവരുടെ പേര് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 2 പേരുണ്ട് ഒരു കൂട്ടിൽ. അവരെന്തൊക്കെയോ വളരെ പതുക്കെ ഇങ്ങനെ നടക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട, അവരവരുടെ ജോലി ചെയ്യട്ടെ. അവരെ കണ്ടത് വളരെ സന്തോഷം. 2 പേര് യാതൊരു പരിചയമില്ലാത്ത രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഒരാൾ അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരാൾ നടക്കുന്നു. അപ്പോൾ അവരുടെ ബോർഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് നോക്കാം വേറെ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന്. 2 പേരേ ഉള്ളൂ, പുറകെ ആരുമില്ല. അപ്പോൾ നമുക്ക് ആ ബോർഡൂടെ നോക്കിയിട്ട് നമുക്ക് പതുക്കെ അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം. ബോർഡിൽ എഴുതിയിരിക്കുന്നത് പന്നിക്കരടി അഥവാ തേൻകരടി എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകാം. അടുത്തത് മുള്ളംപന്നിയാണ്. നമ്മുടെ വനത്തിലൊക്കെ സർവ്വസാധാരണമായി കാണുന്ന ഒരു ജീവിയാണ് മുള്ളംപന്നി. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന ഇഷ്ടം പോലെ മുള്ളംപന്നിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ലയണിനെയും ടൈഗറെ കാണാം. അപ്പോൾ അതിൻ്റെ കൂട്ടിലോട്ട് നമുക്ക് പോകാം. കൂട്ടിന് പുറത്തുനിന്ന് കാണാം.
തിരുവനന്തപുരം സൂവിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. 2 മണിക്കൂർ 2.5 മണിക്കൂർ കാണേണ്ട കാഴ്ചകൾ നമ്മൾ 10-15 മിനിറ്റിലെ ചെറിയൊരു വീഡിയോയിൽ ഒതുക്കുമ്പോൾ പല മൃഗങ്ങളെയും പക്ഷികളെയും വൃക്ഷങ്ങളും ഒന്നും തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് കാണിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് സദയം എല്ലാവരും ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിവതും എല്ലാവരും നേരിട്ട് ഈ സൂവിൽ സന്ദർശിച്ച് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും. തീർച്ചയായിട്ടും ഇവിടെ വരുന്നത് ഒരു നഷ്ടമാവില്ല ഒരിക്കലും. ഒരു ദിവസത്തെ ഒരു ടൂർ നടത്താനുള്ള എല്ലാ സംഗതികളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.